1930 ഡോക്ടർ BR അംബേദ്കർ ആദ്യത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഒരു വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പ്രൊപ്പോസൽ മുന്നോട്ട് വെച്ചു. അത് ഈ രാജ്യത്തെ ഡിപ്രസ്ഡ് ക്ലാസ്സസ് എന്ന നമ്മൾ അന്ന് പറയുന്ന ഡിപ്രസ്ഡ് ക്ലാസ്സസ്, ഈ രാജ്യത്തിൻ്റെ 90% അതിൽ ഇന്ന് പറയുന്ന മൈനോറിറ്റീസും ഇന്ന് പറയുന്ന ബാക്ക്വേർഡ് ക്ലാസ്സസും ഷെഡ്യൂൾ കാസ്റ്റും എല്ലാം വരുന്ന ആ ഡിപ്രസ്ഡ് ക്ലാസ്സസിന് വേണ്ടി ഒരു മെമ്മറാൻഡം റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ അവതരിപ്പിച്ചു. അതിൽ 8 സേഫ് ഗാർഡ്സ് ഉണ്ടായിരുന്നു ഫോർ മൈനോറിറ്റീസ്. അത് മുന്നോട്ട് വയ്ക്കാൻ കാരണം ഡോക്ടർ അംബേദ്കർ മുൻകണ്ട ഒരു വലിയൊരു ആപത്ത്, ബ്രിട്ടീഷുകാർ ഇന്ത്യയെ വിട്ടുപോയി കഴിഞ്ഞാൽ ഇന്ത്യയെ ഭരിക്കാൻ പോകുന്നത് ഒരു ഓളിഗാർക്കിയാണ് ആയിരിക്കും എന്ന് ഡോക്ടർ അംബേദ്കർ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ എന്നോട് പറഞ്ഞു. ഓളിഗാർക്കി എന്ന് വെച്ചാൽ മോണോആർക്കി എന്ന് വെച്ചാൽ ഒരാളുടെ ഭരണം മോണാർക്കി. ഓളിഗോസ് എന്ന് വെച്ചാൽ ചുരുക്കം ഗ്രൂപ്പുകൾ. അപ്പോൾ ഓളിഗാർക്കി എന്ന് വെച്ചാൽ ചുരുക്കം ഗ്രൂപ്പുകൾ ഭരണമാണ് ഓളിഗാർക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓളിഗാർക്കി ആയിരിക്കും ഇന്ത്യയെ ഭരിക്കുന്നത് എന്ന്, അതായത് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് ഈ ഡോമിനൻ്റ് ആയിട്ടുള്ള സവർണ ഗ്രൂപ്പ്സ് ആയിരിക്കും ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞാൽ ഇന്ത്യയെ ഭരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ എതിരെ ബാക്കിയുള്ള 80% വലിയ അപകടം വരും, സേഫ് ഗാർഡ്സ് വേണം എന്ന് ഡോക്ടർ അംബേദ്കർ പറഞ്ഞു. ഇത് തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ 12-ാം ദിവസം 27 ഓഗസ്റ്റ് 1947 ഡോക്ടർ അംബേദ്കറിൻ്റെ വളരെ അടുത്ത സഹപ്രവർത്തകരായ 2 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി മെമ്പേഴ്സ്, അത് ഇൻ്ററിം പാർലമെൻറ്റും ആയി കഴിഞ്ഞു. അപ്പോൾ ശ്രീ മുനിസ്വാമി പിള്ളൈ, ശ്രീ നാഗപ്പ, അവരും വളരെ ശക്തമായി പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയോട് പറഞ്ഞു, ഞങ്ങളുടെ ഡിപ്രസ് ക്ലാസ്സസിൻ്റെ മനസ്സിൽ, ഷെഡ്യൂൾ കാസ്റ്റിൻ്റെ മനസ്സിൽ ഭയമുണ്ട്. ഹിന്ദുക്കൾ തിരിച്ച് ഭരണ അധികാരികളായി വന്നിരിക്കുകയാണ്. അന്ന് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഈ സവർണ ഹിന്ദുക്കൾ ഭരണ അധികാരികളായി വന്നിരിക്കുകയാണ്. അവരെ തിരിച്ച് ഹിന്ദു രാഷ്ട്രം വരുമോ, ഈ വർണ്ണാശ്രമധർമ്മത്തിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരുമോ, ഞങ്ങളെ ഒപ്രസ് ചെയ്യോ എന്നുള്ള ഒരു ഭയം അവർ ക്ലിയറായിട്ട് വ്യക്തമായി പ്രകടിപ്പിക്കുകയും അതിന് പ്രതിവിധിയായി ഡോക്ടർ അംബേദ്കർ പറഞ്ഞ ഈ 1930 റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പറഞ്ഞ പ്രതിവിധി ആവർത്തിച്ചു. ഈ സേഫ് ഗാർഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സേഫ് ഗാർഡ് ആവർത്തിച്ചു. എന്താണ് ആ 2 സേഫ് ഗാർഡ്? ആ 2 സേഫ് ഗാർഡും മെയിൻ സേഫ് ഗാർഡ് ഇന്ത്യക്ക് വേണ്ടത് പ്രാതിനിധ്യ ജനാധിപത്യം ആണ് എന്നുള്ള സേഫ് ഗാർഡാണ്. അതിൽ 2 ഭാഗങ്ങൾ ആ മെമ്മറാൻഡത്തിൽ സേഫ് ഗാർഡ്സിലുണ്ടായിരുന്നു. സേഫ് ഗാർഡ് 4ഉം സേഫ് ഗാർഡ് 5ഉം. 4 ഡ്യൂ ആൻഡ് ആഡിക്വറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിപ്രസ്ഡ് ക്ലാസ്സസ് ഇൻ ദ ലെജിസ്ലേച്ചർ. 5 ഡ്യൂ ആൻഡ് ആഡിക്വറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾ കമ്മ്യൂണിറ്റീസ് ഇൻ എക്സിക്യൂട്ടീവ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ്, അതായത് ജുഡീഷ്യറിയിലും എക്സിക്യൂട്ടീവിലും. അപ്പോൾ ഈ ബാബാ സാഹേബ് അംബേദ്കർ കണ്ടത് ഈ ഓളിഗാർക്കി, ഈ ചുരുക്കം 3-4-5 കമ്മ്യൂണിറ്റീസ്, ഇന്ത്യ ഇന്ന് ഭരിക്കുന്ന 4 കമ്മ്യൂണിറ്റീസാണ്. അംബേദ്കർ പ്രവചിച്ചതുപോലെ 4 കമ്മ്യൂണിറ്റീസാണ്. ആ ഓളിഗാർക്കിക്ക് എതിരെ ഉള്ള ഒരു പ്രതിവിധി പ്രാതിനിധ്യ ജനാധിപത്യമാണ് എന്ന് അദ്ദേഹം പറയുകയും അത് ലെജിസ്ലേച്ചറിലും ജുഡീഷ്യറിയിലും എക്സിക്യൂട്ടീവിലും വേണം എന്നും വളരെ സ്പഷ്ടമായി പറഞ്ഞു. ആ പ്രൊപ്പോസൽ നിന്നാണ് റിസർവേഷൻ ഉണ്ടാകുന്നത്. റിസർവേഷൻ പ്രാതിനിധ്യ ജനാധിപത്യത്തിൻ്റെ പ്രാതിനിധ്യ ഭരണകൂടത്തിന് വേണ്ടി ഒരു ഉപകരണം മാത്രമാണ്, അല്ലാതെ ഒരു റിസർവേഷൻ അല്ല. അതിനേക്കാളും നല്ലൊരു ഉപകരണം പ്രാതിനിധ്യത്തിന് നമ്മൾ കിട്ടുകയാണെങ്കിൽ, ആനുപാതിക പ്രാതിനിധ്യത്തിന് കിട്ടുകയാണെങ്കിൽ നമ്മൾ റിസർവേഷൻ എടുത്ത് കളഞ്ഞിട്ട് അത് ഉപയോഗിക്കും. നമുക്ക് വേണ്ടത് എല്ലാവർക്കും ആനുപാതിക പ്രാതിനിധ്യമാണ്. അത് വരുമ്പോൾ ക്ഷണത്തിൽ ഓളിഗാർക്കി ഇല്ലാതാകും. ഭരണത്തിൽ എല്ലാവരുടെയും പ്രാതിനിധ്യം വരുമ്പോൾ എല്ലാവരുടെയും ഹിതത്തിലായിരിക്കും നയങ്ങളും നിയമങ്ങളും ഉണ്ടാകുന്നത്. പക്ഷേ നമുക്കറിയാം, ഇത് ബ്രിട്ടീഷുകാർ അക്സെപ്റ്റ് ചെയ്തുവെങ്കിലും കോൺഗ്രസ് നേതൃത്വം, ഗാന്ധിജി ഉൾപ്പെടെ, പട്ടേൽ ഉൾപ്പെടെ, നെഹ്റു ഉൾപ്പെടെ ഈ ആനുപാതിക പ്രാതിനിധ്യം വേണം എന്നുള്ള ഡിമാൻഡ്, സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ആയിട്ട് വേണം എന്നുള്ള ഡിമാൻഡ് റിജക്റ്റ് ചെയ്തു. പ്രാതിനിധ്യം കൊടുക്കാമെന്ന് അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ആനുപാതികമായിരിക്കില്ല, സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ആയിരിക്കില്ല എന്നുള്ളൊരു ഒരു കോംപ്രമൈസിൽ അംബേദ്കർ അല്ല അവരെത്തി. എന്നിട്ട് അത് ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. പക്ഷേ അതിൻ്റെ പരിണാമം എന്താണ്? ഇന്ന്
റെപ്രസെൻറ്റേഷൻ തുച്ഛമായിട്ടുള്ള റെപ്രസെൻറ്റേഷനേ ഉള്ളൂ, അല്ലെങ്കിൽ ഇല്ല. അപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് വരെ കേരളത്തിൽ ഒരു മലയാളി മുസ്ലിം ചീഫ് സെക്രട്ടറി ആയിട്ടില്ല. 56 മുതൽ ഇന്ന് വരെ ഒരൊറ്റ ഷെഡ്യൂൾ കാസ്റ്റോ ഷെഡ്യൂൾ ട്രൈബ് ചീഫ് സെക്രട്ടറി ഇന്ന് വരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഒരേ ഒരു ഈഴവനാണ് 56 മുതൽ ഇന്ന് വരെ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ സ്റ്റേറ്റ് പോലീസ് ചീഫ് മറ്റ് സാധനങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഈ സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞാലും ഈ 50 മുതൽ ഇന്ന് വരെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള മലയാളി ജഡ്ജസിൽ 2 ഷെഡ്യൂൾ കാസ്റ്റും 2 മുസ്ലിംസ് ഒഴിച്ചാൽ ബാക്കി എല്ലാം ഈ ഡോമിനൻ്റ് കേരളത്തിനെ ഭരിക്കുന്ന ബ്രാഹ്മണരോ അവരുടെ ഡിസെൻഡൻസ് ആണെന്ന് ക്ലെയിം ചെയ്യുന്ന 2 കമ്മ്യൂണിറ്റീസോ നിന്നാണ് മിക്കവാറും എല്ലാവരും വരുന്നത്. ഈ പറഞ്ഞ പോലെ 2 സുപ്രീം കോർട്ടിലെ 2 മുസ്ലിം 2 ഷെഡ്യൂൾ കാസ്റ്റ് ജഡ്ജസ് ഒഴിച്ചാൽ ബാക്കി എല്ലാവരും അവരാണ്. ഇന്ന് വരെ 50 മുതൽ ഇന്ന് വരെ കേരളത്തിൽ ഒരൊറ്റ സുപ്രീം കോടതി ജഡ്ജ് ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് പോലെ ഒരു ഓളിഗാർക്കിയാണ് നമ്മൾ ഭരിക്കുന്നത്. അതിന് പ്രതിവിധി നമുക്ക് ആനുപാതികമായ പ്രാതിനിധ്യമാണ്. റിസർവേഷൻ, അതായത് ആനുപാതികമല്ലാത്ത പ്രാതിനിധ്യം വേണമെങ്കിൽ നമുക്ക് ഈ സെൻസസിൻ്റെ ആവശ്യമില്ല. പക്ഷേ ആനുപാതികമായിട്ടുള്ള പ്രാതിനിധ്യം വേണമെങ്കിൽ സെൻസസിൻ്റെ ആവശ്യമുണ്ട്. എന്താണ് സെൻസസ്? സെൻസസ് എന്ന് വെച്ചാൽ ഒരു ജനസംഖ്യ എണ്ണുന്ന ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയയ്ക്ക് ഒരു അത് ബ്രിട്ടീഷുകാർ 8 പ്രാവശ്യം സ്വാതന്ത്ര്യത്തിന് മുമ്പ് നടത്തി. 1881 മുതൽ എല്ലാ 10 വർഷവും നടത്തി. ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞ് സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ടും 8 എണ്ണം കഴിഞ്ഞു. ഇനി 21 നടക്കേണ്ടതായിരുന്നു, അതിപ്പോൾ നടന്നില്ല. പക്ഷേ ഈ ബ്രിട്ടീഷുകാർ നടത്തുന്ന ഈ സെൻസസിൽ നടക്കുന്നത് എല്ലാ ഈ ജനസംഖ്യയെ തലയെണ്ണൽ വെച്ചിട്ട് 100% തലയെണ്ണൽ, അതായത് 100% ഹെഡ് കൗണ്ട്. ആദ്യം വീടുകൾ ഐഡൻറ്റിഫൈ ചെയ്യും, എന്നിട്ട് ഓരോ വീട്ടിലും പോയി ആ വീട്ടിലുള്ള ആൾക്കാരുടെ നമ്പർ, ഫുള്ളായിട്ടുള്ള നമ്പർ എടുക്കുകയും അവരുടെ ഇക്കണോമിക് കണ്ടീഷൻസ്, അവരുടെ ജോലി, അവരുടെ വിദ്യാഭ്യാസം എല്ലാ ഡീറ്റെയിൽസും എടുക്കും. അവരുടെ മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും ഡീറ്റെയിൽസ് എടുക്കും. പക്ഷേ സമുദായങ്ങളുടെ ഡീറ്റെയിൽസ് ഈ ബ്രിട്ടീഷ് എടുത്തുകൊണ്ടിരുന്നു. സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ട് സെൻസസിൽ നിന്നും സമുദായത്തിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നില്ല. അവർ മതം മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ മതം ചോദിച്ചാൽ ഞാൻ പറയും. എൻ്റെ സമുദായം അവർ ചോദിക്കുന്നില്ല. സമുദായം പറഞ്ഞാലും അവർ അതിൻ്റെ ഇൻഫർമേഷൻ എടുക്കാനുള്ള സമ്പ്രദായം ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ് നിർത്തി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ട് സമുദായങ്ങളുടെ ജനസംഖ്യ എണ്ണുന്നില്ല എന്നാണോ? അതല്ല, എണ്ണുന്നുണ്ട്. അത് നമുക്കെങ്ങനെ അറിയാം എന്ന് വെച്ചാൽ, ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ സംവരണം എടുത്താൽ 2% കേരള ജനസംഖ്യയുടെ 2% കുറവുള്ള ജനസംഖ്യയുള്ള സമുദായങ്ങളെ ഒരു 70 സമുദായങ്ങളുണ്ട്. അതിൽ സബ് സമുദായങ്ങളുണ്ട്. പക്ഷേ 70 സമുദായങ്ങളെ ഒരു ഗ്രൂപ്പിലിട്ടിട്ട് അവർക്ക് എല്ലാവർക്കും കൂടെ 3% റിസർവേഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ കമ്മ്യൂണിറ്റിക്കും മാക്സിമം 0.04% റിസർവേഷനാണ് അവർക്ക് കിട്ടുന്നത്. ഈ 70 സമുദായങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത്രയും സംവരണം കിട്ടുന്നുള്ളൂ. എന്തുകൊണ്ട്? അവരുടെ ജനസംഖ്യ കേരള ജനസംഖ്യയുടെ 2% കുറവാണെന്നുള്ള നിഗമനത്തിൽ സർക്കാർ എത്തി. പക്ഷേ ഈ സെൻസസിൽ സമുദായത്തിൻ്റെ നമ്പർ എടുക്കുന്നില്ല എങ്കിൽ സർക്കാരിന് എങ്ങനെ അറിയാം? ഇപ്പോൾ എഴുത്തച്ഛൻ കമ്മ്യൂണിറ്റി ഈ ഗ്രൂപ്പിൽ പെട്ടതാണ്. അവർക്ക് 0.04% റിസർവേഷനുള്ളത്. അവർ കേരള ജനസംഖ്യയുടെ 2% കുറവാണ് എന്ന് അവർക്ക് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ, എഴുത്തച്ഛൻ്റെ നമ്പർ സെൻസസിൽ അവരെടുക്കുന്നില്ല. 100% ഹെഡ് കൗണ്ട് വെച്ച് എടുക്കുന്നില്ല. സത്യം എന്താണ്? എഴുത്തച്ഛന്മാരെവിടെ എത്രയുണ്ട്, ഈഴവരെത്രയുണ്ടെന്ന് ആർക്കും അറിയില്ല. മതം എത്രയുണ്ടെന്ന് അറിയാം. ഹിന്ദു എത്രയുണ്ട്, മുസ്ലിം എത്രയുണ്ട്, ക്രിസ്ത്യൻ എത്രയുണ്ട്, പിന്നെ ഷെഡ്യൂൾ കാസ്റ്റ് എത്രയുണ്ട്, ഷെഡ്യൂൾ ട്രൈബ് എത്രയുണ്ട്. ഇത് മാത്രമാണ് ഈ സെൻസസിൽ 100% തലയെണ്ണൽ വെച്ച് എണ്ണുന്നത്. പിന്നെ ഈ എഴുത്തച്ഛൻ എത്രയുണ്ട് എന്ന് അവർക്ക് എങ്ങനെ അറിയാം സർക്കാരിന്? അത് സാമ്പിൾ സർവേയിലൂടെയാണ് നടത്തുന്നത്. സാമ്പിൾ സർവേ എന്ന് വെച്ചാൽ എന്താണ്? ഒരു കൂട്ടം ആൾക്കാരെ തലയെണ്ണൽ വെച്ച് 100% ആൾക്കാരെ എണ്ണുന്നതിന് പകരം അതിൻ്റെ ഒരു ചെറിയൊരു വിഭാഗത്തിന് ഒരു സാമ്പിളായിട്ട് എടുത്തിട്ട് അവരെ എണ്ണും.
എന്നിട്ട് അതിൽ നിന്ന് കാണുന്ന നിഗമനം ആ മുഴുവൻ സമുദായത്തിൻ്റെ ഒരു നിഗമനമായി വയ്ക്കും. ഉദാഹരണത്തിന് ഞാനിപ്പം ട്രിവാൻഡ്രത്തെ പാളയത്തുള്ള മുസ്ലിം പള്ളിയിൽ പോയിട്ട് അവിടെ എത്ര നായരുണ്ടോ ബ്രാഹ്മണുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ തുച്ഛമായിട്ട് മിക്കവാറും 0 ആൾക്കാരെ കിട്ടുകയുള്ളൂ. അതിൻ്റെ ബേസിസിൽ കേരള ജനസംഖ്യയുടെ നായർ ബ്രാഹ്മൺ പോപ്പുലേഷൻ 0% ആ സാമ്പിളിൽ നിന്നും ഞാൻ പറഞ്ഞാൽ അത് ശരിയായിരിക്കില്ല. അതുപോലെ തന്നെ പത്മനാഭസ്വാമി ടെമ്പിളിൽ പോയാൽ നായർ ബ്രാഹ്മൺ എത്രയുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒരു 50% 60% കിട്ടും. ആ സാമ്പിളിൽ നിന്നും കേരള ജനസംഖ്യയുടെ 50% 60% നായരും ബ്രാഹ്മൺ ആണെന്ന് പറഞ്ഞാൽ അതും തെറ്റായിരിക്കും. അപ്പോൾ ഈ സാമ്പിൾ എവിടെ എടുക്കുന്നു, എന്താണ് സാമ്പിൾ, അതനുസരിച്ചാണ് നമ്മുടെ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ എഴുത്തച്ഛൻ എത്രയുണ്ടെന്ന് ഈ ഓരോ സ്ഥലത്ത് പോയിട്ട് ആ ഒരു സാമ്പിളിനിടയിൽ എത്ര എഴുത്തച്ഛന്മാരുണ്ടെന്ന് നോക്കുമ്പോൾ അത് 2% കുറവാണ് എന്ന് കാണുന്നു. അപ്പോൾ ഈ സാമ്പിൾ സർവേ നടത്തുന്നത് ജനസംഖ്യ കണ്ടുപിടിക്കാനല്ല, റോഡ്, വിദ്യാഭ്യാസം, ആരോഗ്യം, ഇതിനെയൊക്കെ നോക്കാൻ വേണ്ടിയാണ് സാമ്പിൾ സർവേ നടത്തുന്നത്. അത് നടത്തുമ്പോൾ അവർ സമുദായം എന്താണെന്ന് ചോദിക്കുന്നു, അത് കണക്കിലെടുക്കുന്നു. 68-ൽ EMS സർക്കാരുള്ളപ്പം ഈ സാമ്പിൾ സർവേയുടെ ബേസിസിൽ എല്ലാ സമുദായങ്ങളുടെയും സർവേ നടത്തി പബ്ലിഷ് ചെയ്തു. പക്ഷേ 100% ഹെഡ് കൗണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഈ സമുദായങ്ങളുടെ ജനസംഖ്യ വ്യാജമായിട്ടുള്ള ഒരു സ്ഥിരതയില്ലാതെ കൃത്യമല്ലാത്ത ഡേറ്റയിൽ വെച്ചിട്ടാണ് ഇത് എടുക്കുന്നത്. അത് മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കും, ഊതിപ്പെരിപ്പിക്കാനൊക്കും, കുറയ്ക്കാനൊക്കും. അപ്പം നമ്മൾ പലരും പറയുന്നത് ജാതി സെൻസസ് എടുത്താൽ സമൂഹം വിഭജിക്കപ്പെടും, ജാതി കോൺഷ്യസ്നെസ് കൂടും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതൊരു പുതിയ കാര്യമല്ല. 50 മുതൽ ഇന്ന് വരെ 1881 ഇന്ന് വരെ ജാതികളെ എണ്ണുന്നുണ്ട്. ആ എണ്ണുന്നത് കൊണ്ട് വിഭാഗീയത കൂടിയോ കുറഞ്ഞോ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, വാസ്തവത്തിൽ അത് കാരണം ഈ വിവേചനത്തിനെ കുറിച്ചുള്ള അവയർനെസ് കൂടി, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ അധികാരങ്ങളെ കുറിച്ച് അവയർനെസ് കൂടി മുന്നോട്ട് പോയതേ ഉള്ളൂ, ഐക്യം മുന്നോട്ട് പോയതേ ഉള്ളൂ. പക്ഷേ അത് കാരണം ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അതൊരു പുതിയ കാര്യവുമല്ല. നമ്മൾ സെൻസസ് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ്? ഈ സമുദായങ്ങളുടെ ജനസംഖ്യ കണക്കിലെടുക്കുന്ന രീതി തെറ്റായ സാമ്പിൾ സർവേ രീതിയിൽ നിന്ന് മാറ്റി 100% തലയെണ്ണലിലൂടെ എണ്ണണം. അതിനുവേണ്ടി സെൻസസിൻ്റെ ഭാഗമാക്കണം. എന്നാലേ കൃത്യമായി അറിയാനൊക്കെയുള്ളൂ എത്ര എഴുത്തച്ഛന്മാരുണ്ട്, എത്ര ഈഴവരുണ്ട് എന്നൊക്കെ അറിയണമെങ്കിൽ കൃത്യമായി അറിയണം. അപ്പോൾ അത് കൂടുതലായിരിക്കാം, കുറവായിരിക്കാം, നമുക്ക് ഒരു പ്രശ്നവുമില്ല. നമുക്ക് സത്യം അറിയണം, എത്ര പേരുണ്ട്. അതറിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക്, അതുമാത്രമല്ല ആ ആൾക്കാരുടെ സോഷ്യൽ സ്റ്റേറ്റസ് എന്താണ്, എത്ര ദാരിദ്ര്യമുണ്ട്, എത്ര വിദ്യാഭ്യാസമുണ്ട്, എത്ര വീടുകളുണ്ട്, എന്ത് സൗകര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്, ആരോഗ്യം സ്ഥിതി എന്താണ്, എത്ര പേരുണ്ട്, അത് എവിടെയൊക്കെയാണ്, ഇതൊക്കെ അറിഞ്ഞാലേ ആ സമുദായത്തിന് ഉള്ള ദാരിദ്ര്യം കുറയ്ക്കാനും അവർക്ക് മുന്നോട്ട് പോകാനും ഒക്കെയുള്ളൂ. ഇത് അറിയേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ പറയുന്നത് ഈ സമുദായങ്ങളെക്കുറിച്ചുള്ള വിവരശേഖരണം സാമ്പിൾ സർവേയിൽ കൂടെ നടത്തിയാൽ പറ്റില്ല. ഈ ദാരിദ്ര്യം തുടരുന്നത്, ജോലി കിട്ടാതിരിക്കുന്നത്, വിദ്യാഭ്യാസം കിട്ടാതിരിക്കുന്നത് ഈ വിവരശേഖരണം തെറ്റായ സാമ്പിൾ സർവേയിലൂടെ നടത്തുന്നത് കൊണ്ട് മാത്രമല്ല അതുകൊണ്ടാണ് നമുക്ക് വിവരമില്ലാത്തത്, അതിനെതിരെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ ഒക്കാത്തത്, ആളുകളുടെ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ ഒക്കാത്തത്. അതുകൊണ്ട് നമ്മുടെ ഈ സെൻസസ് വേണമെന്ന് പറയുന്ന നമ്മുടെ ഡിമാൻഡ് എന്തെന്ന് വെച്ചാൽ ഈ എല്ലാ സമുദായങ്ങളുടെയും വിവരശേഖരണം 100% തലയെണ്ണലിലൂടെ 100% ഹെഡ് കൗണ്ടിലൂടെ ചെയ്യണമെന്നാണ്. അത് ചെയ്യേണ്ട ഒരു മെത്തേഡ് സെൻസസ് ആണ് ഇത് ചെയ്യുന്നത്. സെൻസസിൽ അത് ഉൾപ്പെടുത്തണം എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ജാതിയെ പെട്ടെന്ന് എണ്ണാൻ തുടങ്ങണമെന്ന് ആരും പറയുന്നില്ല. ജാതി എണ്ണിക്കൊണ്ടിരിക്കുന്നു, തെറ്റായിട്ടുള്ള രീതിയിൽ എണ്ണുന്നു. നമുക്ക് സത്യം അറിയണം. ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ആരാണ്? ഈ ഊതിപ്പെരിപ്പിക്കപ്പെട്ട, ഇപ്പോൾ തന്നെ ബീഹാറിലും UP-യിലും ഒക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് അവിടുത്തെ ബ്രാഹ്മിൻസ് 25-30% പോപ്പുലേഷൻ, 25% 30% എന്നൊക്കെ പറഞ്ഞിരുന്നു സാമ്പിൾ സർവേയുടെ ബേസിസിൽ. നമ്മൾ കാസ്റ്റ് സെൻസസ് എടുത്തപ്പോൾ മനസ്സിലാക്കുന്നതാണ് അവർ 5-6% ഉള്ളൂ. അവർക്ക് ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് സൗകര്യങ്ങളുണ്ട് എന്നൊക്കെ പുറത്തു വന്നു. അപ്പോൾ ഈ സത്യം വന്നപ്പോഴത്തേക്ക് ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം വേണ്ട
സെക്ഷൻസിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ബീഹാറിൽ ഒരു അവസരം ഉണ്ടാകുന്നു. അതാണ് കേരളത്തിലും ഇന്ത്യയിൽ ഒട്ടാകെയും നമുക്ക് ആവശ്യമുള്ളത്. ഇതാണ് നമ്മുടെ ഈ സെൻസസ് വേണമെന്നുള്ള ഡിമാൻഡ് എന്ന് വെച്ചാൽ നമുക്ക് ഈ കണക്കെടുപ്പ് സത്യസന്ധമായിട്ടും ഇഫക്റ്റീവായിട്ട് നടത്തണം എന്നുള്ളൊരു ഡിമാൻഡ് മാത്രമാണ് ജനഹിതത്തിൽ.